ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ലൈൻമാൻ അതുകൂടാണ്ട് മിൽമ ടെക്നീഷ്യൻ ഗ്രേഡ് ടുവിന്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. നവംബർ 19 എക്സാം ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. പക്ഷേ ഈ ലൈൻമാന്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഓൾറെഡി സെപ്റ്റംബറിൽ ഒരു എക്സാം ഉണ്ടല്ലോ, കുറെ ജില്ലകളിലേക്കുള്ള ഒരു എക്സാം ഉണ്ട്. അതുകൂടാണ്ട് അതിനുശേഷം വീണ്ടും അത് കഴിഞ്ഞ വർഷം വിളിച്ച നോട്ടിഫിക്കേഷൻ ആണ്. ഇക്കൊല്ലം വിളിച്ച ലൈൻമാന്റെ പോസ്റ്റിന് കുറച്ചധികം ഡിസ്ട്രിക്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഈ ഒരു നവംബറിൽ എക്സാം കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതൊരു നല്ല മൂവ്മെന്റ് ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ലൈൻമാൻ എന്നുള്ള പോസ്റ്റ് PWDയിലേക്ക് തന്നെ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടാണ് ഉള്ളത്. അത് പലപ്പോഴായിട്ടാണ് നോട്ടിഫിക്കേഷൻ നടക്കുന്നത്. അപ്പം ഇത് ലൈൻമാൻ നവംബറിൽ തന്നെ എക്സാം കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താ അടുത്ത റൗണ്ട്, അതായത് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് ഒരേ ടൈമിൽ തന്നെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് റൗണ്ട് എന്ത് ചെയ്യാം, അവർക്ക് നോട്ടിഫിക്കേഷൻ ഒറ്റ ഒരു നോട്ടിഫിക്കേഷനിൽ തന്നെ എന്താ ഒരു കാറ്റഗറി നമ്പർ വെച്ചിട്ട് ഡിഫറെന്റ് ഡിസ്ട്രിക്ട് വൈസ് ഇപ്പൊ LDC ഒക്കെ ചെയ്യുന്നില്ലേ, ആ ഒരു രീതിയിലേക്ക് മൂവ്മെന്റ് ഉണ്ടാവാം. മേ ബി അറിയില്ല, എന്റെ തോട്ടാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, ഈ ലൈൻമാന്റെ ഒക്കെ ഇത്ര പെട്ടെന്ന് എക്സാം വരാൻ സാധ്യത വരാനുള്ള ഒരു എന്താ പറയണ്ടേ, ഒരു പോസിബിലിറ്റി ഞാൻ കണ്ടേക്കുന്നത്. ഓക്കെ. പിന്നെ ഒബ്വിയസ്ലി മിൽമ ടെക്നീഷ്യൻ ഗ്രേഡ് 2 എന്ന് പറയുമ്പോൾ അത് ലൈൻമാന്റെ സെയിം പോസ്റ്റ്, ഐ മീൻ സെയിം ക്വാളിഫിക്കേഷൻ ആണ്. അതുകൊണ്ട് സെയിം സിലബസ് വെച്ചിട്ട് കോമൺ എക്സാം എന്ന രീതിയിലാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതുമല്ല മിൽമേലി അത്യാവശ്യം വേക്കൻസി സിംഗിൾ ഡിജിറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ വേക്കൻസി ഉണ്ട്. അപ്പൊ അത് പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ഒരു തോട്ട് വന്നിട്ടുണ്ടാവാം. ഓക്കെ. അപ്പൊ അതും ഒരു റീസൺ ആയിട്ട് അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് തന്നെ വിളിക്കാൻ സാധ്യത. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിൽ എത്ര പേര് അപ്ലൈ ചെയ്തു, എന്താണ് സിലബസിൽ വന്ന ചേഞ്ചസിന്റെ കാര്യങ്ങൾ നോക്കാം. ഇപ്പൊ ലൈൻമാൻ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് PWD തിരുവനന്തപുരത്തേക്കുള്ള എക്സാം ഡേറ്റ് നവംബർ 19 5 തൊട്ട് നിങ്ങൾക്ക് അവിടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓഗസ്റ്റ് 23 തൊട്ട് സെപ്റ്റംബർ 11 വരെ നിങ്ങൾക്ക് അവിടെ അപ്ലൈ കൺഫർമേഷൻ കൊടുക്കാം. 1881 കാൻഡിഡേറ്റ്സ് ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. കൊല്ലത്തേക്കാണെന്നുണ്ടെങ്കിൽ 1115 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എറണാകുളത്തേക്കാണെങ്കിലോ 2116 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. തൃശ്ശൂരേക്കാണെന്നുണ്ടെങ്കിലോ 1965 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പാലക്കാടേക്കാണെന്നുണ്ടെങ്കിൽ 1882 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 5 ജില്ലകളിലേക്ക് ആയിട്ടുണ്ട്. എനിക്കൊന്ന് സെപ്റ്റംബറിൽ 4 ജില്ലകളിലേക്കോ മറ്റോ ഓൾറെഡി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ 9 ജില്ലകളെ കഴിഞ്ഞ കൊല്ലം 3 ജില്ല അങ്ങനെ എന്തോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആയില്ല. ഇനിയിപ്പോ അടുത്ത റൗണ്ടിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോഴെന്താ അവർക്ക് ഒറ്റ ഒരു സ്ട്രെച്ചിൽ തന്നെ വേണമെങ്കിൽ ലൈൻമാൻ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ഒരു കാറ്റഗറി നമ്പർ വെച്ചിട്ട് എല്ലാ ജില്ലകളിലേക്കും ഇപ്പം കണ്ടില്ലേ, ഇപ്പൊ 5 ജില്ലകളിലേക്കാണ് വിളിച്ചേക്കുന്നത്. ഇതേപോലെ 14 ജില്ലകളിലേക്കും വേണമെന്നുണ്ടെങ്കിൽ എന്താ ഒറ്റ ഒരു കാറ്റഗറി നമ്പർ വെച്ചിട്ട് സിംഗിൾ എക്സാം ആയിട്ട് എന്താ നടത്താം. അതിന്റെ പോസിബിലിറ്റി ആണെന്ന് എല്ലാവരും അറിയില്ല. അതേപോലെ ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇലക്ട്രീഷ്യൻ മിൽമയിലേക്കുള്ള എക്സാം 19 തന്നെയാണ്. 6871 പേര് എന്തെയാ അപ്ലൈ ചെയ്തിട്ടുണ്ട്. 6871 പേര്. പിന്നെ അവിടെ ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റിലാകെ ഒരു അപ്ലിക്കേഷൻ മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്. ഇനിയിപ്പോ ഇതിന്റെ സിലബസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സിലബസ് നമുക്ക് നോക്കാം, എന്തൊക്കെ ചേഞ്ചസ് ഉണ്ട് എന്നില്ലാരും നമുക്ക് നോക്കാം. ഓക്കെ. അപ്പൊ നമ്മുടെ ഡീറ്റെയിൽഡ് സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദ പോസ്റ്റ് ഓഫ് ടെക്നീഷ്യൻ PWD ടെക്നീഷ്യൻ ലൈൻമാൻ PWD ടെക്നീഷ്യൻ മിൽമ സെയിം സിലബസ് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ലൈൻമാന്റെ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യനൊക്കെ സെയിം സിലബസ് തന്നെ. ഒന്നാമത്തെ മൊഡ്യൂൾ ബേസിക് ഇലക്ട്രിസിറ്റി, ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി, ഫ്ലക്സ് ആൻഡ് സോൾഡറിംഗ് ടെക്നിക്, പ്രോപ്പർട്ടീസ് ഓഫ് റെസിസ്റ്റൻസ്, കണ്ടക്ടർ, ഇൻഡക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ, ടൈപ്സ് ഓഫ് വയർസ് ആൻഡ് കേബിൾസ്, ഓംസ് ലോ, കിർച്ചോഫ് ലോസ്, ലോസ് ഓഫ് റെസിസ്റ്റൻസ്, ടൈപ്സ് ഓഫ് സെൽസ്, ഗ്രൂപ്പിംഗ് ഓഫ് സെൽസ് കാര്യങ്ങൾ. മൂന്നാമത്തെ മൊഡ്യൂൾ മാഗ്നറ്റിസം, ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, അതുപോലെ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ, ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ, ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ, ഇലക്ട്രോമാഗ്നറ്റിസം, അതേപോലെ റൂൾസ്, ലെൻസസ് ലോ. ഓക്കെ. പിന്നെന്താ, നാലാമത്തെ മൊഡ്യൂൾ ആൾട്ടർനേറ്റിംഗ് കറന്റും എർത്തിങ്ങും. അഞ്ചാമത്തെ മൊഡ്യൂൾ നമ്മൾ DC മെഷീൻസ്. ആറാമത്തെ മൊഡ്യൂൾ AC മോട്ടോഴ്സ്, സിംഗിൾ ആൻഡ് ത്രീ ഫേസ് മോട്ടോഴ്സ്. ഏഴാമത്തെ മൊഡ്യൂൾ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ്. എട്ടാമത്തെ മൊഡ്യൂൾ ഇലുമിനേഷൻ ആൻഡ് ബേസിക് ഇലക്ട്രോണിക്സ്. ഒമ്പതാമത്തെ മൊഡ്യൂൾ പവർ ജനറേഷൻ ഓഫ് സോഴ്സ് ഓഫ് എനർജി, വേരിയസ് ടൈപ്സ് ഓഫ് പവർ ജനറേഷൻ. പത്താമത്തെ മൊഡ്യൂൾ ട്രാൻസ്മിഷൻ. ഇത് മുന്നത്തെ സെയിം സിലബസിന് ഇതിലൊന്നും ഒരു ചേഞ്ചസ് അവർ ഇതുവരെ വരുത്തിയിട്ടില്ല. അപ്പോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇതിപ്പം IT ആണല്ലോ ക്വാളിഫിക്കേഷൻ വരുന്നുണ്ടാവും. അപ്പൊ ഡിപ്ലോമ ബിടെക്കാരെല്ലാം ഉണ്ടാവും. അപ്പൊ ബിടെക്കാര് മിക്കവാറും എന്താ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ആയിരിക്കും ഫോക്കസ് പോകുന്നുണ്ടാവുക. ഓക്കെ. അപ്പൊ ഡിപ്ലോമ IT കാർക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നെ ആയിട്ട് വേണമെങ്കിൽ ഇതിന് കാണാം, കുറച്ച് നല്ലോണം എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ. ഓക്കെ. കാരണം വെച്ചാൽ ബിടെക്കാര് മെയിൻ ആയിട്ട് ഇത് ഫോക്കസ് ചെയ്യാൻ സാധ്യത കുറവാണ്. കാരണം വെച്ചാൽ ഇൻസ്പെക്ടർ ഉണ്ടായതുകൊണ്ട് തന്നെ അതിനാലും കൂടുതൽ ഫോക്കസ് പോകുന്നുണ്ട്. പിന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് നിമി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ വരുന്നുണ്ടാവാം അല്ലെ. ഓക്കെ. അപ്പോ ഇത്രയേ ഉള്ളൂ. അപ്പൊ കൂടുതൽ അപ്ഡേറ്റ്സും ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.